ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ് ആൻഡ് ഗുഡ് ഈവനിംഗ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇല്ലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ലോകത്ത് നടക്കുന്നത്. മാർക്കറ്റിൽ അത് കൃത്യമായിട്ട് തന്നെ അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തതിന് ശേഷം ട്രംപ് ഇറാനായിട്ട് ഒരു പ്രൊഡക്റ്റീവ് ഡിസ്കഷൻ നടത്തി എന്ന് അവകാശപ്പെട്ടു. അതിനുശേഷം ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം 1000 പോയിന്റിന്റെ ഒരു റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇറാൻ ഇത് നിഷേധിച്ചു. എങ്കിലും മാർക്കറ്റിൽ അതൊരു പോസിറ്റീവ് സെന്റിമെന്റ്സിന് ഇട നൽകിയെന്ന് വേണം പറയാൻ. അതുകൊണ്ട് 1000 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് കണ്ടില്ല, ഒരു 300 പോയിന്റിന്റെ എല്ലാം തന്നെ ഒരു ഗ്യാപ്പ് അപ്പോടുകൂടി മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 23,000 മുകളിൽ മാർക്കറ്റിന് പോകാൻ സാധിച്ചു. എന്നാൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് നൊടിയിടയിൽ ഡോ ഫ്യൂച്ചറും യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവ്, പിന്നീട് നെക്സ്റ്റ് 5 മിനിറ്റിൽ നെഗറ്റീവ്. അങ്ങനെ വളരെയധികം വോളറ്റൈൽ മാർക്കറ്റാണ് ഇപ്പോൾ നമുക്കുള്ളത്. എന്നാൽ നമ്മുടെ മാർക്കറ്റ് അങ്ങനെ നെഗറ്റീവിലേക്ക് പോയില്ലെങ്കിൽ കൂടിയും ഒരു 300 പോയിന്റ് ഗെയിൻ നഷ്ടപ്പെട്ട് 100 പോയിന്റ് ഗെയിൻ വരെ ആയി. അതിനുശേഷം 23,000 മുകളിൽ പോയി. അവസാന സമയത്ത് 22,900 മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. 1,300 പോയിന്റ് സെൻസെക്സ് മൂവ് ചെയ്തു. എല്ലാ സെക്ടറും ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. എസ്പെഷ്യലി ബാങ്കിങ് സെക്ടർ, ഫിനാൻഷ്യൽ സെക്ടർ എടുത്തു പറയേണ്ടത് കൊടാക് ബാങ്കാണ്. നുമാറ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. HDFC ഒരു 4 ദിവസത്തെ ശക്തമായ ഇടിവിന് ശേഷം ഇന്നൊരു പോസിറ്റീവ് ക്ലോസ് നടത്തി. ഏഷ്യൻ പെയിന്റും 4% ഒരു റാലി രേഖപ്പെടുത്തി. പ്രൈസ് ഹൈക്കുകൾ അവരുടെ പെയിന്റിന്റെ വില വർദ്ധിപ്പിക്കുന്നു എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. LNTയും ഒരുപാട് ദിവസത്തെ ഇടിവിന് ശേഷം ഒരു പോസിറ്റീവായ രീതിയിൽ ക്ലോസ് ചെയ്യാൻ ആയിട്ട് സാധിച്ചു. ഇൻഡിഗോയും ഈ ക്രൂഡ് പ്രൈസ് ഇന്നലെ ട്രംപിന്റെ ആ ഒരു പ്രസ്താവന കാരണം ക്രൂഡ് പ്രൈസ് ഒന്ന് കൂൾ ഡൗൺ ആയി. അതുകൊണ്ട് ഇൻഡിഗോയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഈ ഓയിൽ ആൻഡ് മാർക്കറ്റിംഗ് കമ്പനീസ് HPCL, BPCL തുടങ്ങിയ കമ്പനീസും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇതിനിടെ UN ഇന്നൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു യുദ്ധമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗോൾഡ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. 10 ഗ്രാമിന് ഏകദേശം 1.37 lakhs വന്നു. 10 ഗ്രാമിനാണ് കേട്ടോ. സ്വിഗ്ഗിയും സൊമാറ്റോയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. നിഫ്റ്റിയിൽ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ LNT, ഇൻഡിഗോ, എറ്റേണൽ, ഏഷ്യൻ പെയിന്റ്, ബജാജ് ഫിനാൻസ്. ഇടിഞ്ഞു രേഖപ്പെടുത്തിയത് കോൾ ഇന്ത്യ, പവർ ഗ്രിഡ്, അദാനി എന്റർപ്രൈസസ്, സൺഫാർമ, സിപ്ല. പൊതുവെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. ഗ്ലോബൽ മാർക്കറ്റ് കാണാം, ടോപ്പിൽ കാണാം $4,418 ഗോൾഡ്, സിൽവർ 70, ബിറ്റ് കോയിൻ 71,000, ബ്രന്റ് ഓയിൽ 97, 115 വരെ പോയ ബ്രന്റ് ഓയിലായിരുന്നു. നാച്ചുറൽ ഗ്യാസ് 2.9. കൂടാതെ തന്നെ ഡോ ഫ്യൂച്ചർ കാണാം നെഗറ്റീവ്. എന്താ ഡോ ഫ്യൂച്ചറിന്റെ അവസ്ഥ അറിയില്ല, കാരണം സ്ക്രീൻഷോട്ടിന് ശേഷം പിന്നീട് മാറ്റം ഉണ്ടായിട്ടുണ്ടാവാം. എനിവേ ഏഷ്യൻ മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. നിക്കി, കോസ്പി, ഓസ്ട്രേലിയ, ചൈന എല്ലാം തന്നെ. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ അവസ്ഥയോ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചറിന്റെ അവസ്ഥയൊന്നും തന്നെ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. എനിവേ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ വരുന്ന സാറ്റർഡേ, സൺഡേ ദിവസങ്ങളിൽ കൊച്ചിയിൽ നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെയും ബേസിക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. ഇപ്പോൾ തന്നെ സീറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. LNT, JP Morgan, LNT അല്ല, IT കമ്പനീസിൻ്റെ കാര്യമാണ്. JP Morgan IT കമ്പനീസിൻ്റെ എല്ലാം തന്നെ ടാർഗറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. AI കാരണം ഇവരുടെ ഗൈഡൻസ് എല്ലാം തന്നെ കുറച്ച് കൺസ്ട്രെയിൻ ആണ്. ഇൻഫോസിസ് ഇവർ യൂണിവേഴ്സിറ്റി ഓഫ് നോട്ടിംഗാമായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. മഹാനഗർ ഗ്യാസ് കമ്പനി ഇവർ ബീഹാർ ഗവൺമെൻറ്റായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ടാറ്റ സ്റ്റീൽ, ഹിന്ദുസ്ഥാൻ സിങ്കായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ജിൻഡാൽ സ്റ്റീൽ ഇവരുടെ ഇന്തോനേഷ്യയിൽ ഇവർ പുതിയ പ്ലാന്റ് സ്ഥാപിച്ചു. മാരുതി ഇവരുടെ എക്സ്പാൻഷൻ, കമ്പനിയുടെ പ്ലാന്റ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്തിയാണ്. ഗോദാവരി പവർ ഇവരുടെ പ്ലാന്റിൻ്റെ നവീകരണം 7,000 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റിൽ പ്ലാന്റ് നവീകരിക്കുകയാണ്. KP ഗ്രീൻ ഇവർ 1 GW കപ്പാസിറ്റി അച്ചീവ് ചെയ്തു. മീഷോ ഇവരുടെ ഫസ്റ്റ് AI വോയിസ് ഷോപ്പിംഗ് അസിസ്റ്റൻസ് കമ്പനി ലോഞ്ച് ചെയ്തു. റൈറ്റ് ഗെയിൻ കമ്പനി ഇവർ എയർ ഗെയിൻ ആയിട്ടൊരു പുതിയ പ്രൈസിങ് ഇൻ്റലിജൻസ് ബിസിനസ് ടൈപ്പ് ചെയ്തു എന്നുള്ളതാണ് ന്യൂസ്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ പ്രീ മാർക്കറ്റിൽ കാണാം. ഇന്ന് കുറച്ച് ധൃതിയുണ്ട്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.